ഫോക്കൽ ലെങ്ത്തിൻ്റെ ബേസിൽ ലെൻസുകളെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുക. ഇതിനകത്ത് 50mm എന്ന് പറയുന്ന ഒരു ലെൻസ്, അതിൻ്റെ ആ 50mm എന്നുള്ള ഫോക്കൽ ലെങ്ത്തിൽ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ലെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ലെൻസിൻ്റെ മുന്നിൽ കാണുന്ന ഒബ്ജക്റ്റിൽ ഒരു ഷേപ്പ് വ്യത്യാസമോ ഒന്നും വരുത്താതെ എന്താണോ അത് കണ്ടത് ആസ് ഇറ്റ് ഈസ് അത് നമ്മുടെ സെൻസറിലോട്ട് പതിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നുണ്ട്, 100mm ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്, 50mm അല്ലെങ്കിൽ 10mm ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. അങ്ങനെയല്ല, അതിന് പ്രശ്നങ്ങളുണ്ട്. ഈ 50mm ചിത്രങ്ങളെ അല്ലെങ്കിൽ മുന്നിലുള്ള ഫ്രെയിമിനെ അത് മാഗ്നിഫൈ ചെയ്യുന്നില്ല. ഞാൻ ആദ്യം ഫോക്കൽ ലെങ്ത്ത് പറഞ്ഞു ഫോക്കൽ ലെങ്ത്ത് കൂടുന്തോറും മാഗ്നിഫൈ ചെയ്യാനുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ വലുതാക്കി കൊണ്ടുവരാനുള്ള ഒരു സ്വഭാവം ക്യാമറ അല്ലെങ്കിൽ ലെൻസ് കാണിക്കും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 50mm മുകളിലോട്ടാണ് ഈ സ്വഭാവം കൂടുതലായിട്ട് കാണിക്കുക. അതായത് 51 മുതൽ മുകളിലോട്ട് വരുന്ന ലെൻസുകളെല്ലാം തന്നെ ഫീൽഡിലുള്ള വസ്തുക്കളെ വലിയതാക്കിയിട്ട് അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു വസ്തുവിനെ അടുത്തോട്ട് കൊണ്ടുവന്ന് വലിയതാക്കി നമുക്ക് കാണിച്ചു തരാൻ സഹായിക്കും. 51 ഒരാളിനെ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 100mm ആകുമ്പോൾ അത് അയാളുടെ മുഖം മാത്രമായിരിക്കും. ഒരു 200mm ആയിക്കഴിഞ്ഞാൽ അയാൾ കണ്ണുകൾ മാത്രമായിരിക്കും. അത്രയും വസ്തുക്കളെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കാനുള്ള ഒരു സ്വഭാവം അത് കാണിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 50mm മുകളിലോട്ടുള്ള ലെൻസുകളെ നമ്മൾ ടെലി ലെൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ടെലി ലെൻസ് എന്താണ്? 50mm ഫോക്കൽ ലെങ്ത്തിൻ്റെ മുകളിലോട്ട് 51 മുതൽ മുകളിലോട്ട് വരുന്ന എല്ലാ ലെൻസുകളെയും നിങ്ങൾക്ക് ടെലി ലെൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ടെലി ലെൻസ് ഏതാണ് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. 51mm മുകളിലോട്ട് വരുന്ന എല്ലാം തന്നെ ടെലി ലെൻസാണ്. ഇനി 50mm ലെൻസ് ഞാൻ പറഞ്ഞു, അത് പ്രത്യേകിച്ച് ഒരു മാഗ്നിഫൈ ചെയ്യുകയില്ല, ഒന്നും ചെയ്യില്ല. അതെന്താണോ അതിൻ്റെ മുന്നിൽ കാണുന്നത് ആസ് ഇറ്റ് ഈസ് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സെൻസറിൽ പതിപ്പിച്ച് തരും. അതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ നോർമൽ ലെൻസ് എന്ന് വിളിക്കുന്നത്. ആ ലെൻസിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും ഇല്ല. ഒരു നോർമൽ ലെൻസ് അതിനോട് മുന്നിൽ കാണുന്ന ആസ് ഇറ്റ് ഈസ് അത് സെൻസറിലേക്ക് പതിപ്പിക്കുന്നു. ഇനി 49 മുതൽ താഴോട്ട് വരുന്ന എല്ലാ ലെൻസുകളെയും നമ്മൾ വിളിക്കുന്നത് വൈഡ് ലെൻസാണ്. ഈ വൈഡ് ലെൻസിൻ്റെ പ്രത്യേകത എന്താ? 49mm നിങ്ങൾക്ക് ഒരാളിൻ്റെ ഫുൾ ബോഡി നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുക. അപ്പോൾ നിങ്ങളത് നേരെ 10mm ആയിക്കഴിഞ്ഞാൽ അയാൾ നിൽക്കുന്ന ആ മുഴുവൻ ബിൽഡിങ്ങും നിങ്ങൾക്ക് ഒരു ഫ്രെയിമിലേക്ക് കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഒബ്ജക്റ്റുകളെ ചെറുതാക്കാനുള്ള ഒരു സ്വഭാവമാണ് 49mm മുതൽ താഴോട്ട് വരുന്തോറും ഈ ലെൻസുകൾ കാണിക്കുന്ന ഒരു സ്വഭാവം. അതായത് അടുത്തുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും, അതിനെ ചെറുതാക്കിയിട്ട് ഒരുപാട് വലിയൊരു ഏരിയ മൊത്തത്തിൽ ചെറുതാക്കിയിട്ട് നമ്മുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് വരും. ഇതിനെയാണ് നമ്മൾ വൈഡ് ലെൻസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ 3 കാറ്റഗറിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് നോർമൽ ലെൻസ്, അതായത് 50mm എന്നുള്ള ആ ഒരൊറ്റ ഫോക്കൽ ലെങ്ത്തിലുള്ള ആ ലെൻസിനെ നമ്മൾ നോർമൽ ലെൻസ് എന്ന് വിളിക്കും. 51 മുതൽ മുകളിലോട്ട് വരുന്ന എല്ലാം തന്നെ ടെലി ലെൻസാണ്. 49 മുതൽ താഴോട്ട് വരുന്ന എല്ലാം തന്നെ വൈഡ് ലെൻസുകളാണ്. ക്ലിയർ അല്ലേ അത്? അപ്പോൾ 15mm മുതൽ താഴോട്ട് വരുന്ന ലെൻസുകളെ നമ്മൾ എക്സ്ട്രീം വൈഡ് ലെൻസുകൾ എന്നൊരു ഓമന പേരിൽ വിളിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇത് ഒരുപാട് ചെറുതാക്കി കളയും. വൈഡ് ലെൻസുകൾ എന്ന് പറഞ്ഞാൽ മുന്നിൽ കാണുന്ന വസ്തുക്കളെ ചെറുതാക്കിയിട്ട് ഒരുപാട് ഏരിയ ഫ്രെയിമിലോട്ട് പതിപ്പിച്ച് തരും. പക്ഷേ എക്സ്ട്രീം വൈഡ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ചെറുതാക്കിയിട്ട് ഒരുപാട് വലിയ ഏരിയ മൊത്തത്തിൽ നമുക്ക് ഫ്രെയിമിലേക്ക് ഉൾക്കൊള്ളിച്ച് തരും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ഒരു ഏരിയ മൊത്തത്തിൽ ഒരു 10,000 ആൾക്കാരുടെ ഒരു റാലിയാണ് നിങ്ങൾ കവർ ചെയ്യുന്നതെങ്കിൽ ഇവിടം തൊട്ട് അങ്ങേയറ്റം വരെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എക്സ്ട്രീം വൈഡായിട്ടുള്ള ലെൻസാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിനെ കൃത്യമായിട്ട് ആ വലിയൊരു സംഭവത്തെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ഇനി മറ്റൊരു തരം ലെൻസുകളുണ്ട് ഈ എക്സ്ട്രീം വൈഡിൽ തന്നെ. ഇപ്പോൾ എക്സ്ട്രീം വൈഡ് എന്ന് പറയുന്നതിന് വ്യൂ ആംഗിൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 135 ഡിഗ്രി ഇടത്തോട്ട് തിരിയുന്ന അത്രയും ഏരിയ ആണ് നിങ്ങൾക്ക് വ്യൂ ആംഗിൾ ഉണ്ടാവുക എക്സ്ട്രീം വൈഡ് ലെൻസുകൾക്ക്. മറ്റ് വൈഡ് എന്ന് പറയുന്ന 59 താഴോട്ട് വരുന്ന ലെൻസുകൾക്ക് ടൈം ടു ടൈം അതിൻ്റെ വ്യൂ ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. ഇതിൽ ഏകദേശം 135 ഡിഗ്രി മുതൽ താഴോട്ട് വരുന്ന അല്ലെങ്കിൽ 135 ഡിഗ്രിയിൽ കൂടുതൽ വ്യൂ ആംഗിൾ വരുന്ന ലെൻസുകളെയാണ് നമ്മൾ എക്സ്ട്രീം വൈഡ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു തരം ലെൻസുകളുള്ളത് ഫിഷ് ഐ ലെൻസുകളാണ്. ഫിഷ് ഐ ലെൻസ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി വ്യൂ ആംഗിൾ കിട്ടുന്ന ലെൻസുകളെയാണ് നമ്മൾ ഫിഷ് ഐ ലെൻസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫിഷ് ഐ ലെൻസ് ഇട്ടിട്ട് നമുക്ക് ഒരാളിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കുക എന്നുള്ളത് വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം അല്ല. കാരണം അത്
അത്രയധികം ഒബ്ജക്ട്സിനെ ചെറുതാക്കി കളയും. ഈ ലെൻസുകളുടെ വൈഡ് ലെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാമറയോട് അടുത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റുകൾ വലുതും ക്യാമറയിൽ നിന്നും ചെറിയ ദൂരത്തിൽ അതിലെ ഈ ഫസ്റ്റ് ഒബ്ജക്റ്റിനേക്കാളും ചെറിയ ദൂരം പുറകിലോട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ചെറുതാക്കി കുറച്ചധികം ദൂരം പോകുമ്പോഴേക്ക് അതിനെല്ലാം തന്നെ വളരെ കുഞ്ഞാക്കിയിട്ട് നമ്മുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഈ വൈഡ് ലെൻസുകൾക്കുള്ളത്. അപ്പോൾ ഒരു ആൾ നിൽക്കുന്ന അയാളുടെ തലയുടെ നിങ്ങളൊരു ഉയരത്തിലാണ് ഫോട്ടോഗ്രാഫർ നിൽക്കുന്നത്, ഒരാളെ അയാൾ മുകളിലോട്ട് നോക്കുന്നതായിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഒരു ഫിഷ് ഐ ലെൻസൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ അയാളുടെ തല ഫ്രെയിമിൻ്റെ പകുതി നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കാല് വളരെ കുഞ്ഞായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതാണ് എക്സ്ട്രീം വൈഡ് ലെൻസുകളുടെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിൻ്റെ സൈഡിൽ വരുന്ന ഒബ്ജക്ട്സ് എല്ലാം തന്നെ ബെൻഡായിട്ട് ഔട്ട് ഓഫ് ദ ഷേപ്പായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് വളരെയധികം മനുഷ്യരുടെ ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് തിരിച്ചറിയുന്ന വസ്തുക്കളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്ട്രീം വൈഡ് അല്ലെങ്കിൽ ഫിഷ് ഐ ലെൻസ് ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം വൃത്തികേടായിട്ട് നമുക്ക് തോന്നും. എന്നാലും ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിയിൽ പലരും ഫിഷ് ഐ ലെൻസുകൾ ഉപയോഗിച്ചിട്ട് നല്ല നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വെഡ്ഡിങ്ങിൽ പോലും ഉപയോഗിക്കുന്നുണ്ട്. ഇനി സിഗ്മ എന്നൊരു കമ്പനി ഇപ്പോൾ ആർട്ട് സീരീസിൽ ഒരു ലെൻസുകൾ ഇറക്കുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അതായത് സൈഡിൽ നിൽക്കുന്ന ആൾ ഇപ്പോൾ നിങ്ങൾ 10mm ലെൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിഗ്മ ആർട്ട് സീരീസിലാണെങ്കിൽ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഇല്ലാതെ വൈഡായിട്ടുള്ള ഒരു ഫ്രെയിം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ആർട്ട് സീരീസ് ലെൻസുകൾ. അപ്പോൾ നിങ്ങൾക്ക് അത് കോസ്റ്റ് വൈസ് ഒരല്പം എക്സ്പെൻസീവാണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഇമേജ് നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് വൈഡ് ലെൻസുകളിൽ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന ഒന്ന് നോർമലി വൈഡ് എന്ന് പറയുന്നത് 15mm മുതൽ 49mm വരെയുള്ള ഫോക്കൽ ലെങ്ത്തിൽ വരുന്ന ലെൻസുകളെ, പിന്നെ 15mm താഴോട്ട് 135 ഡിഗ്രി വ്യൂ ആംഗിൾ കിട്ടുന്ന ലെൻസുകളെയാണ് നമ്മൾ എക്സ്ട്രീം വൈഡ് എന്ന് പറയുന്നത്. അതുപോലെ 180 ഡിഗ്രി വ്യൂ ആംഗിൾ കിട്ടുന്ന ലെൻസുകളെ നമ്മൾ ഫിഷ് ഐ ലെൻസ് എന്നും പറയുന്നു.